നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിന് കീഴിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ഒക്കെ നല്ലവണ്ണം എതിർത്തവരും വിമർശിച്ചവരുമാണ് നമ്മൾ. അത് കഴിഞ്ഞത് UDF സർക്കാർ അധികാരത്തിലേറി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഈ സമയത്ത് ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ നടപ്പിലാക്കാൻ ആർജവം കാണിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ ജനകീയരാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കോടതി പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഒന്ന് ഓർമ്മയിലൊന്ന് വെക്കണം. എത്ര ആശുപത്രികൾ നടപ്പിലാക്കേണ്ടതെന്ന് നോക്കണം. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത വേണമെന്ന് കോടതി പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടിക്കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എത്രയാണ് എമൗണ്ട് ഏതാണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഓരോന്നിന് എത്രയാകും, ഒരു സർജറിക്ക് എത്രയാകും, ഒരു മെഡിസിൻ എത്രയാകും, ഒരു സ്കാനിങ്ങിന് എത്രയാകും എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ധാരണയൊന്നുമില്ല. അങ്ങ് എടുക്കുകയാണ്, എന്നിട്ട് അവൻ്റെ തറവാട് വിറ്റിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യത്തിൽ ഒരു സുതാര്യ വേണമെന്ന് കോടതി പറഞ്ഞിട്ട് എന്ത് ഇവിടെ നടപ്പിലാക്കാത്തത്? കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 10 വർഷം കാലം ഉണ്ടായിരുന്നു, നടപ്പിലാക്കിയില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതേ മാസങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും അതിനെക്കുറിച്ചൊരു മിണ്ടാട്ടമില്ല. എന്നാൽ ജനപക്ഷ നിലപാട് ഉറപ്പുവരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരള ഹൈക്കോടതി നിർണായകമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കണം. അതിലൊന്നാമത്തത് സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ കാണിക്കുന്ന തെമ്മാടിത്തരം. അതായത് ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ, ഇപ്പോൾ ഒരു ആക്സിഡൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് അവിടെ നിന്ന് വാങ്ങണം, ഈ ഓപ്പറേഷന് പണമടയ്ക്കണം, ഇങ്ങനെയൊക്കെ പറയും. ഈ പണമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഒരാൾ ആക്സിഡൻറ്റിലേക്ക് ചെന്ന് ചാടുന്നത്? അല്ലല്ലോ. ഈ പണം അടയ്ക്കാൻ കാത്തു നിന്ന് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് സർജറി ചെയ്യുമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അയാൾ മരണപ്പെടും. പൈസ കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ചികിത്സയിലാന്ന് മേലെ പറയരുതെന്നാണ് കോടതി പറയുന്നത്. അതായത് പണമില്ല എന്ന കാരണത്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതിയായ രേഖകൾ കൈവശമില്ല എന്നതിൻ്റെ പേരിലോ അത്യാഹിത വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികൾക്ക് അടിയന്തര ജീവൻ രക്ഷാ ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് അത്യാവശ്യമല്ലേ? ഇത് പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണ്ടേ? മാത്രമല്ല, സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് അസോസിയേഷനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒക്കെ IMA ഒക്കെ നൽകിയിട്ടുള്ള അപ്പീലുകൾ, IMA എന്ന് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നാ കരുതിയേക്കണേ. തെറ്റാണത്. ഈ ഡോക്ടർമാരുടെയും ഈ പറഞ്ഞ ആശുപത്രികളുടെയും ഒക്കെ അവരുടെയൊക്കെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് ഓശാന പാടിക്കൊണ്ട് അവരുടെ ഭാഗം വിജയിപ്പിച്ചു കൊടുക്കാനാണ് ഈ IMA എന്ന് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് കേട്ടിട്ട് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ IMAയുടെ തോന്നിയാസവും തെമ്മാടിത്തരവും ഒക്കെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വാക്സിൻ എടുക്കണം, ഈ വാക്സിൻ എടുക്കണം, നിങ്ങൾ അങ്ങനെ ചികിത്സിക്കണം, ഇങ്ങനെ ചികിത്സിക്കണം, അതാണ് ശാസ്ത്രീയം, ഇതാണ് അശാസ്ത്രീയം എന്ന് പറയുന്നത് ഇവന്മാരാ. മനസ്സിലായില്ലേ? അപ്പോൾ യുവമാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. യുവമാരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയാം? ഇതിനെതിരെ കോടതിയിൽ കൊണ്ട് അപ്പീൽ കൊടുത്തു. നേരത്തെ പറഞ്ഞ ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ അപ്പീൽ തള്ളിക്കൊണ്ട് പറഞ്ഞതാണ് ഇത് സ്വകാര്യ ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണെന്ന്. ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാന വിധിയാണത്. ആരോഗ്യ സംരക്ഷണം എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണെന്നും അത് ആശുപത്രിയുടെ പ്രാഥമിക ചുമതലയും കർത്തവ്യവുമാണ് എന്നും ജീവൻ രക്ഷിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം കോടതി ഓർമ്മിപ്പിക്കുകയാണ്. ബില്ലൊക്കെ അതിന് ശേഷമാണ്. അതായത് ഒരു അത്യാഹിത വിഭാഗത്തിൽ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത്യാഹിതമായതുകൊണ്ട് വേഗം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എന്ത് നടപടിയാണെങ്കിലും അതൊക്കെ എടുക്കണം. ബില്ലും കാര്യങ്ങളും രേഖകളും ഒക്കെ പിന്നീട്, അതിന് ഇൻഷുറൻസ് കോപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെന്നൊക്കെ പിന്നെ പറയാം. അതൊക്കെ പിന്നെ ആദ്യം ചികിത്സ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് കോടതി പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പൂട്ടിപ്പൊയ്ക്കോട്ടെ. ഇവിടെ അടിയന്തര സാഹചര്യങ്ങൾ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ അവരെ പരിശോധിച്ചിട്ട് അവരുടെ ആരോഗ്യനില ആദ്യം തൃപ്തികരമാണോ അല്ലെങ്കിൽ സുരക്ഷിതമാണോ ഇതാണോ നോക്കുന്നത്. അവരുടെ പോക്കറ്റിൽ എത്ര കനം ഉണ്ടെന്നാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർജറി വേണമെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കണം, ഇത്ര രൂപ കൗണ്ടറിൽ അടയ്ക്കാൻ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരാളെ, ഒരു രോഗി അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയ ഒരാളെ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ആ ആശുപത്രിയിൽ എത്തിയാൽ ആ രോഗി രക്ഷപ്പെടും എന്ന് വിശ്വസിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഉറപ്പുള്ളത് കൊണ്ടാണ്. അത് ആശുപത്രിയുടെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ് ആ ജീവൻ രക്ഷിച്ചെടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ചികിത്സ നിഷേധിക്കാൻ പാടില്ല, എന്തിൻ്റെ പേരിലായാലും. തുടർ ചികിത്സയ്ക്കായിട്ട് രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായാൽ രോഗിയെ സുരക്ഷിതമായി അവിടേക്ക് എത്തിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പ്രാഥമിക ചികിത്സ നൽകിയിട്ടുള്ള ആശുപത്രിക്ക് തന്നെയായിരിക്കും എന്ന് പറഞ്ഞേക്കണം. അല്ലാതെ നിങ്ങൾ നേരെ ആംബുലൻസ് കയറ്റിയിട്ട് കൊണ്ടുപോകുന്നല്ല. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഇന്ന ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞിട്ടൊരു ചീട്ട് തന്നിട്ട് വിടും. സത്യത്തിൽ അതല്ല. അവർ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് മറ്റേ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം, അവിടെ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ഈ ചികിത്സ നൽകിയിട്ടുള്ള ആശുപത്രിക്കായിരിക്കണമെന്നാണ്. സാമ്പത്തികമായിട്ടുള്ള ലാഭനഷ്ടങ്ങളല്ല അവിടെ നോക്കേണ്ടത്. അടിയന്തര ജീവൻ രക്ഷാ സഹായം അത് ലഭ്യമാക്കുക, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് മുൻഗണന. ബാക്കിയൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇനി ആശുപത്രിയിലെ ചികിത്സാ ചെലവ് നോക്കൂ. ആ ചികിത്സാ ചെലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യത ഉണ്ടോ? ഇപ്പോൾ
അതുണ്ടാകണമെന്നാണ് കോടതി പറയുന്നത്. ലഭ്യമായിട്ടുള്ള ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള മുഴുവൻ ചികിത്സകളുടെയും പരിശോധനകളുടെയും ഒക്കെ നിരക്കുകൾ എത്ര രൂപയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ കിഡ്നി ടെസ്റ്റിൻ്റെ പാക്കേജുകൾ, പ്രമേഹത്തിൻ്റെ മറ്റ് പാക്കേജുകൾ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു പാക്കേജുകൾ, ഇനി പാക്കേജുകൾ പറയുമല്ലോ, ഇങ്ങനെയുള്ള പരിശോധനകളുടെയും ചികിത്സയുടെയും പാക്കേജുകളുടെയും ഒക്കെ ആ നിരക്കുകൾ ആശുപത്രിയുടെ റിസപ്ഷനിലും അവരുടെ വെബ്സൈറ്റിലും വളരെ വ്യക്തമായി മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ രേഖപ്പെടുത്തി വെക്കണമെന്നാണ് പറയുന്നത്. ഈ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണെങ്കിലും അവിടെ റിസപ്ഷനിൽ 2 ഭാഷയിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കണമെന്ന നിയമമാണ്. ശ്രീ കെ മുരളീധരൻ ഇത് കേരളത്തിലെ ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിൽ നടപ്പിലാക്കും. ഇനി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ അവരും വേണമല്ലോ, ആരൊക്കെയാണ് അവിടെ ആരെയൊക്കെയാണ് ചികിത്സിക്കുന്നതെന്നുള്ളത്, ഏതൊക്കെ ചികിത്സയാണ് ചെയ്യുന്നതെന്നുള്ളത്, ആ ഡോക്ടർമാരുടെ വിവരങ്ങൾ, അതുപോലെ ആ ആശുപത്രിയിൽ എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാകും എന്നുള്ള വിവരങ്ങൾ, അതുപോലെ ആംബുലൻസ് ചാർജ്, ഇനി അഥവാ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകേണ്ടി വരണമെങ്കിൽ അതിൻ്റെ ആംബുലൻസിൻ്റെ ചാർജ്, ഇതൊക്കെ അവിടെ എഴുതി വെക്കണം. അതുകൊണ്ട് എന്തായാലും ഗുണമുണ്ട്. കാരണം രോഗികൾക്ക് ചികിത്സയ്ക്ക് അവിടെ വരുമ്പോൾ അവിടെ എത്രയാണ് ചിലവെന്ന് ഒരു മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം എഴുതി വെക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വേഗം അവനോടൊന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് സ്ഥലം വിടാമല്ലോ, പോകാമല്ലോ. വല്ല മെഡിക്കൽ എമർജൻസി കേസ് അല്ല എന്നുണ്ടെങ്കിൽ പോകാമല്ലോ അവന്. ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ചികിത്സ കരുതി ആശുപത്രിയിലേക്ക് വരുമ്പോൾ എത്രയാണ് എന്ന് അറിയാതെ ചെന്ന് തലവെച്ച് കൊടുക്കാതെ, ഒന്ന് ഉറങ്ങുന്നതിന് പോലും ഐസിയുവിൻ്റെ ബെഡ് ഉപയോഗപ്പെടുത്താതെ കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് താങ്ങൂല എന്ന് കരുതിയിട്ട് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാമല്ലോ. അവിടെ നിന്ന് ചീട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ ആ രോഗിക്ക് അത് മനസ്സിലാവുമല്ലോ, എത്രയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുമല്ലോ. അതുകൊണ്ട് അഡ്മിഷൻ സമയത്ത് രോഗികൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശ ബില്ലിംഗ് വിവരങ്ങൾ നൽകാൻ ആശുപത്രി ബാധ്യസ്ഥരാണ്, അതായത് സ്വകാര്യ ആശുപത്രി ബാധ്യസ്ഥരാണ് എന്നാണ് ഉത്തരവ്. ബില്ല് നൽകുമ്പോൾ തോന്നിയതുപോലെ ആ ഉയർന്ന തുക അങ്ങോട്ട് ഈടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് റൂമിന് ഇത്ര, പിന്നെ നഴ്സ് വന്നതിന് ഇത്ര, സൂചി എടുത്തതിന് ഇത്ര, അതുപോലെ സൂചി കുത്തിയതിന് ഇത്ര, പിന്നെ അത് ഊരിയതിന് ഇത്ര, ഇങ്ങനെ ഇത്ര കുറേ എഴുതിയിട്ട് വലിയ ബില്ലെഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി അങ്ങോട്ട് പൂട്ടും, തടയും. അത് തന്നെയാണ് അതിന് കാരണം. പക്ഷേ ഇത് എത്ര ആശുപത്രി നടപ്പിലാക്കട്ടെ, എത്ര കാലം ഇത് കോടതി ഉത്തരവിട്ടിട്ട് അതിനെതിരെ പോകണം IMA അടക്കമുള്ള ഈ ഡോക്ടർമാർ ആശുപത്രികൾ മുഴുവൻ. അതായത് കാണിക്കുന്നത് തെമ്മാടിത്തരമായതുകൊണ്ടല്ലേ അവർ എതിരെ പോകണത്. മര്യാദയ്ക്ക് ചികിത്സിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു പോകില്ലല്ലോ. ഇനി ഒന്നുകൂടിയുണ്ട്, ഈ ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് ഈ രോഗി അവിടെ നിന്ന് ഡിസ്ചാർജ്, ഇവർ പറയുന്ന പണം മുഴുവൻ അടച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന സമയത്ത് ഒരു രേഖയും കൊടുക്കില്ല. എല്ലാം കൂടെ അവിടെ ആശുപത്രി എന്ന് പറഞ്ഞാൽ അടുത്ത തവണ വരുമ്പോൾ ഇവർ അവിടെ തന്നെ വരണം. അതൊന്ന്. രണ്ടാമത് ഇവർ ചിലപ്പോൾ തോന്നിയതുപോലെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. എക്സ്റേ ആയാലും ശരി, ലാബ് ടെസ്റ്റ് ആയാലും ശരി, ECG ആയാലും ശരി, ഇനി MRI ആയാലും ശരി, എന്തായാലും ശരി, അതല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ടെസ്റ്റുകളായാലും ശരി, എന്തിലെങ്കിലും വല്ല തോന്നിയാസവും വല്ല കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് വേറെ ആശുപത്രികളിലെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെളിഞ്ഞാലോ, അതുകൊണ്ട് കൊടുത്തുവിടില്ല. ഏതായാലും ഇവിടെ കോടതിയുടെ ഉത്തരവ്, ചികിത്സ കഴിഞ്ഞിട്ട് രോഗി ഡിസ്ചാർജ് ചെയ്യുന്ന ആ സമയത്ത് അവരുടെ എക്സ്റേ ഉണ്ടെങ്കിൽ അത്, ECG റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, മറ്റ് സ്കാനിങ് റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത്, മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ലാബ് പരിശോധന ഉണ്ടെങ്കിൽ അത്, അതുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും, മുഴുവൻ രേഖകളും ഒരു കോപ്പി, അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഒരു കോപ്പി യാതൊരു തടസ്സവുമില്ലാതെ ആ രോഗിക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കണമെന്നാണ്. ഒറിജിനൽ ബില്ലുകളും മറ്റു കാര്യങ്ങളും ഒരു കോപ്പി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചോട്ടെ, നോ പ്രോബ്ലം. അവർക്ക് ഈ രോഗിയെ ചികിത്സിച്ചു എന്നതിൻ്റെ രേഖ അവിടെ വേണം. പക്ഷേ അവിടെ ഈ രോഗിയെ ചികിത്സിച്ചിട്ടുള്ള മുഴുവൻ രേഖകളും മുഴുവൻ റിപ്പോർട്ടുകളും ഒരു തടസ്സവുമില്ലാതെ രോഗിക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ കൈമാറണമെന്നാണ് ഉത്തരവ്. ഇത്തരം റിപ്പോർട്ടുണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ ആ രോഗിക്ക് വേറെ ഏതെങ്കിലും ഒരു ആശുപത്രി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതും കൂടി എടുത്ത് കാണിച്ചു കൊടുത്തുകൂടെ? ഇവിടെ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. ഇത് വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിയമലംഘനമായി കണക്കാക്കും എന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നം എന്താ? ആശുപത്രിയിൽ എന്തോ തോന്നിയാസം കാണിച്ചാലും ആരുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാലും ഈ ചെല്ലുന്ന രോഗിയുടെ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പ്രതിസ്ഥാനത്തായി അവർ അകത്തു പോകുന്ന ഒരു ആശുപത്രി സംരക്ഷണ ബില്ല് നമ്മുടെ പിണറായി സർക്കാർ അങ്ങോട്ട് നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരക്ഷരം മിണ്ടാൻ പറ്റൂല, എന്ത് തോന്നിയാസം കാണിച്ചാലും മിണ്ടാൻ പറ്റൂല. എന്നാൽ ആ സ്ഥാനത്ത് രോഗികളുടെ ബന്ധുക്കളുടെ ഒക്കെ പരാതികൾ പരിഹരിക്കുന്നതിനായി എല്ലാ ആശുപത്രികളിലും പ്രത്യേക പരാതി പരിഹാര ഡെസ്ക് അല്ലെങ്കിൽ ഹെൽപ്പ് ലൈന് നിർബന്ധമായും സജ്ജീകരിക്കണമെന്നാണ്. അവരെ പരാതി അവിടെ പരിഹരിക്കണം. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് കൃത്യമായ റെഫറൻസ് നമ്പർ, ഒരു രസീത്, ഇതൊക്കെ നൽകണം. എന്നിട്ട് ആ സ്വീകരിക്കുന്ന പരാതി ഉണ്ടല്ലോ, പരമാവധി 7 ദിവസം, അങ്ങ് ഏറ്റവും പോയാൽ 7 ദിവസം, ആ 7 ദിവസത്തിനകം ആശുപത്രി അധികൃതർ തീരുമാനമെടുത്ത് ആ പരിഹാരം കാണണം. ആ പരിഹാരവും ആ തീരുമാനവും അവരെ അറിയിക്കാൻ വേണം. ഇനി ഒരു പക്ഷേ അവിടെ പരിഹരിക്കപ്പെടാൻ കഴിയാത്തതോ, ഇനി അതല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള മറ്റെന്തെങ്കിലും പരാതികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
വേഗം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കോ അല്ലെങ്കിൽ ജില്ലാ രജിസ്ട്രിംഗ് അതോറിറ്റിക്കോ അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് കൈമാറണം. ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇത് ബാധകമല്ല എന്ന് പറയരുത്, പരാതി അങ്ങോട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് നിയമം എന്ന് പറയുന്നത്. അതായത് രോഗിയാണ് ഇവിടെ കിങ്. ആ രോഗിയാണ് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആശുപത്രികൾ. അല്ലാതെ ആശുപത്രികൾക്ക് വ്യവസായം നടത്താൻ വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ രോഗികൾ അറവുമാടല്ല. ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഈ രോഗിയെ ചികിത്സിക്കാനാണ് ആ പെട്ടിയും തുറന്നു വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരമുള്ള ഈ വ്യവസ്ഥകൾ പാലിക്കാത്ത ആശുപത്രികൾക്കെതിരെ, അതിന് എത്ര വലിയ ആശുപത്രി ആയാലും ഏത് തന്തേൻ്റെ ആശുപത്രി ആയിക്കഴിഞ്ഞാലും കർശനമായ നിയമ നടപടികളും രജിസ്ട്രേഷൻ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഉത്തരവ്. ചികിത്സാ രംഗത്തെ ചൂഷണം ഒഴിവാക്കിയത് നല്ലതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഴുവൻ ചൂഷണമല്ലേ? സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണ്ടേ? ഒരക്ഷരം മിണ്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? ഏതായാലും ഈ ചൂഷണവും ഈ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കണം. അത് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ചിട്ട് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ വ്യാപകമായിട്ടുള്ള അവബോധം ഉണ്ടാക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത്. സോഷ്യൽ മീഡിയ ആയാലും മറ്റ് ചാനലുകളായാലും പത്രങ്ങളായാലും ഇതിലെല്ലാത്തും കൂടി ജനങ്ങൾക്ക് ഇത്തരത്തിൽ അവകാശങ്ങളുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ ഈ രീതിയിലാണ് നടക്കേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് എന്ന്. അതായത് രോഗിയെ ചികിത്സിക്കാനാണ് ആശുപത്രി എന്ന് രോഗിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ മുരളീധരനുണ്ട്. കെ മുരളീധരൻ്റെ വകുപ്പിനുണ്ട്. അത് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. Different angles. Don't forget to subscribe and support this channel.